ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് 3ds Maxൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വിൻഡോസ് വിൻഡോസ് ഏതൊക്കെയാണെന്നും, പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ളൊരു ഡോറാണ് നമ്മൾ വരച്ചത്. ഇനി നമുക്ക് സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡോറ് കൂടെ മോഡൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാനപ്പോൾ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള ഡോറാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് മോഡൽ ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പോൾ നമുക്ക് 3ds Maxൽ വിൻഡോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ 6 ടൈപ്പ് വിൻഡോസാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്നത്. ഒന്ന് ആവനിങ്, കേസ്മെൻറ്റ്, ഫിക്സ്ഡ്, പിവോട്ടഡ്, പ്രൊജക്റ്റഡ്, സ്ലൈഡിങ്. ഇത്രയും വിൻഡോസാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് 3ds Max തരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഡോറ് വരച്ച പോലെ നമ്മൾ സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കറക്റ്റ് ലൈനും കറക്റ്റ് ആംഗിളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ് പുറത്ത് ക്ലിക്ക് ചെയ്യണ്ട, ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്നാപ്പ് ടാഗിൾ നമ്മൾ പ്ലാനിൽ സ്നാപ്പ് ടാഗിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവനിങ് വിൻഡോ ഞാനിപ്പോൾ ടോപ്പ് വ്യൂവിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് വരക്കാം. ഞാനിപ്പോൾ സ്നാപ്പ് ടാഗിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പെർസ്പെക്റ്റീവ് തന്നെ യൂസ് ചെയ്യുകയാണ്. അതെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെയാണ് നമ്മളെ വിൻഡോ അല്ലേ, ഇതാണ് നമ്മളെ വിൻഡോൻ്റെ ഭാഗം, പ്ലാനിൽ ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാനിവിടെ തന്നെ വരയ്ക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അടുത്ത ലൈൻ കൊടുത്തു. സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു, അതിൻ്റെ ഡെപ്ത് കൊടുത്തു, മുകളിലേക്ക് നോക്കി ഉണ്ടോ. അതിൻ്റെ മോഡിഫൈ എടുക്കുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഓപ്പൺ എന്നുള്ളത് 0 ആയിരിക്കും, ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സായിട്ട് ഡോറിൻ്റെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഏകദേശം കൊടുക്കുകയാണ്. ഇവിടുത്തെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഡെപ്തും 20 കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രെയിമിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൊറിസോണൽ വിടുത്ത് 7 സെൻറ്റിമീറ്റർ ആണുള്ളത്. കൂട്ടുന്നുണ്ടായി കൂട്ടി കൊടുക്കാം. വെർട്ടിക്കൽ എത്രയാണോ ഡിഫോൾട്ടായിട്ട് അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. അളവ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തിക്നെസ് എത്ര വേണ്ടതെന്ന് കൊടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് ഗ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ ഗ്ലൈസിങ് എന്ന് ഉദ്ദേശിച്ചത് ഒന്നുമല്ല, നമ്മൾ ഗ്ലാസ്സാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഗ്ലാസ്. ആ ഗ്ലാസിൻ്റെ തിക്നെസ്സാണ് നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ള കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 0.5 ആണ് അത് കൊടുത്തത്. ഗ്ലാസിൻ്റെ തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ റെയിൽ ആൻഡ് പാനൽസ് ഉണ്ടാവും. റെയിൽസ് ഇതേപോലെ അതിൻ്റെ റെയിൽസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് ഓപ്പൺ ഉണ്ട്. ഇങ്ങനെയാണ് ഈ വിൻഡോയുടെ ഓപ്പൺ വരിക. അവനിങ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ ഇങ്ങനെയാണ് വരിക. നമ്മളിപ്പോൾ ടോയ്ലറ്റിലും കാര്യങ്ങളൊക്കെ വെൻറ്റിലേഷനൊക്കെ കൊടുക്കില്ലേ, അപ്പം അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ആ ഒരു ലെവലിലുള്ള ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു വിൻഡോ ആണ്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഫ്രെയിമിൻ്റെ പാനൽ കൗണ്ട് എന്നുണ്ട്, ഇതേപോലെ ഒന്നിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ തിക്നെസ് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 3 ഒരുമിച്ച് ആ പാനൽ കൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പാനൽ കൗണ്ട് ചെയ്യാൻ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഈ ആവനിങ് വിൻഡോ എന്ന് പറയുന്നത്. ഡിലീറ്റ് ചെയ്യണം. ഇനി അടുത്തത് കേസ്മെൻറ്റ് വിൻഡോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തിട്ട് ഞാൻ പെർസ്പെക്റ്റീവിൽ വെച്ച് വരക്കുകയാണ്. കൊടുത്തു ഓപ്പൺ കൊടുത്തു. ഹൈറ്റ് ഇപ്പോൾ പറഞ്ഞ വിൻഡോൻ്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതിൻ്റെ ഡെപ്ത് കാര്യങ്ങൾ, ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ്. ഫ്രെയിം ഉണ്ടാവും ഏത് വിൻഡോനായി കഴിഞ്ഞാലും. ഗ്ലൈസിങ് നമ്മൾ ഗ്ലാസ്, ഇതാണ് ഇതിൻ്റെ സെൻറ്ററിലെ ഗ്ലാസ് അതിനുള്ളത്. പിന്നെ തൊട്ട് താഴെ കേസ്മെൻറ്റ്സ് എന്നുണ്ട്. ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കൊടുക്കുക.
ഈ ഓപ്പണിലാണ് ഈ വിൻഡോസിൻ്റെ എന്താണ് ഏത് ടൈപ്പാണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓപ്പൺ കൊടുത്താൽ നമ്മൾ സാധാ വിൻഡോ അല്ലേ, സിംഗിൾ ഡോറിൻ്റെ ഒരു വിൻഡോ വന്നു. അപ്പോൾ ഈ കേസ്മെൻസിൽ അത് 1 വേണോ 2 വേണോ എന്നുണ്ട്. ഓക്കെ, 2 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 1 ആണല്ലോ, 2 2 ഡോറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ സാധാ വിൻഡോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്മെൻറ്റ് വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ ഈ പാനലിൻ്റെ വിടുത്ത്, കേസ്മെൻറ്റ് പാനലിൻ്റെ വിടുത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സെൻറ്ററിൽ വരുന്ന പോർഷനാണ് ഗ്ലാസ്, നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കേസ്മെൻറ്റ് വിൻഡോ. ഇനി അടുത്തതാണ് ഫിക്സ്ഡ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത്. ഫിക്സ്ഡ് ആയിട്ട്, അതിന് ഓപ്പണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള വിൻഡോ. ഓക്കെ, നിങ്ങൾ വരക്കുമ്പോൾ ഇതേപോലെ കാലിയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ എല്ലാ വിൻഡോസും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളതിന് മോഡിഫിക്കേഷൻ വരുത്താണ്. അപ്പോൾ ഹൈറ്റ് കൊടുക്കാം, എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഇത് ഫിക്സ്ഡ് ആണ്, അതിന് ഓപ്പൺ ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ബട്ടനൊക്കെ ഓപ്ഷൻ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, സോറി ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിനത് കാണാൻ പറ്റില്ല, കാരണം ഫിക്സ്ഡ് ആയിട്ട്, ഫിക്സ്ഡ് ഗ്ലാസ് വിൻഡോ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സാണ്. റെയിൽസ് ആൻഡ് പാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാനലിൻ്റെ അടുത്ത്. ഓക്കെ, പാനൽസ് വേണമെങ്കിൽ ഇതേപോലെ കൂട്ടി കൊടുക്കാം, അതിൻ്റെ വിടുത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഡോറിൻ്റെ പഠിച്ച സമയത്ത് ഇതിനൊരു ചാംഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ, ഡിഫോൾട്ടായിട്ട് വരുന്നത്. ആ ഓപ്ഷൻ ഇവിടെയുണ്ട്, ചാംഫേർഡ് പ്രൊഫൈൽ എന്നുണ്ട്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതേപോലെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും, കറക്റ്റ് സ്ക്വയർ ആയിട്ട്. ഇനി നമുക്ക് ചാംഫർ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ല. ചാംഫർ എത്ര വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേണമെന്നുള്ള ഡോറിനെ പോലെ ഈ വിൻഡോയിലുണ്ടാവില്ല. ചാംഫേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചാംഫറാവും. ഓക്കെ, പാനൽസ് ഫിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. നമ്മളിത് ഗ്ലാസ് കൊടുത്തിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഗ്ലാസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിന് അലൂമിനിയത്തിൻ്റെ മെറ്റീരിയൽ കൊടുക്കും, ഉള്ളിൽ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ കൊടുക്കും. ഓക്കെ, മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അതൊക്കെ പഠിക്കാം. അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് വിൻഡോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിവോട്ടഡ്. പിവോട്ടഡ് വിൻഡോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തു, സോറി മുന്നേ ചെയ്ത് വെച്ചതുകൊണ്ട് ഉള്ള ഓപ്പണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വരക്കുമ്പോൾ അങ്ങനെ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഇവിടുത്തെ ഡെപ്ത് കൊടുത്തു, മുകളിലേക്ക് നോക്കി. ഓക്കെ, പിവോട്ടഡ് ഹൈറ്റ് എല്ലാ വിൻഡോസിനും ഈ പാരാമീറ്റേഴ്സ് ഒരേപോലെയൊക്കെ ഉണ്ടാവുക. ഹൈറ്റ് കൂട്ടാം, ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ, ഗ്ലേസ്. പിന്നെ അതിൻ്റെ താഴോട്ടുള്ളതാണ് നമുക്ക് ഓരോ മോഡൽ മാറുന്നതിനനുസരിച്ചുള്ള സെറ്റിങ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽ വെർട്ടിക്കൽ ഓപ്പൺ വിൻഡോ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ വരിക. ഈ ലെവലിലാണ് ഓപ്പൺ വരിക. ഇനി വെർട്ടിക്കൽ റൊട്ടേഷൻ എന്നുള്ള ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റൊട്ടേഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പിവോട്ടഡ് വിൻഡോ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ആവശ്യമുള്ള ഏരിയയിൽ നമുക്ക് കൊടുക്കാം. ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരാറില്ല, കാരണം നമ്മൾ ഫിക്സ്ഡ് ഇങ്ങനെ ഓപ്പണും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ആവശ്യമുള്ള വിൻഡോസിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്തെടുക്കാറാണ്. ഓക്കെ, പ്രൊജക്റ്റഡ് വിൻഡോ. ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇരിക്കുന്നുണ്ടാവുക. പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്ന വിൻഡോ. അതിലും പാരാമീറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഗ്ലേസിങ്, അതിൽ താഴത്ത് മാത്രം നമുക്ക് നോക്കാം. റെയിൽസ് ആൻഡ് പാനൽസ് എന്നുണ്ട്. ഓപ്പൺ വരുന്നത് ഈ ഒരു ലെവലിലാണ് അതിൻ്റെ ഓപ്പൺ വരുന്നത്. എന്ന് വെച്ചാൽ 2 ഭാഗമായിട്ടുണ്ടാവും. ഒന്ന് ഫിക്സ്ഡ് ഗ്ലാസ് ആണ്, പിന്നെ 2 ഡോറ്. ആ 2 ഡയറക്ഷനിലേക്കാണ് ആ ഡോറ് ഓപ്പൺ വരിക. അതിൻ്റെ വിടുത്ത് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. പിന്നെ തൊട്ട് മിഡിൽ ഹൈറ്റ് എന്നുണ്ട്. ഇതേപോലെ നമുക്ക് ആ മുകളിൽ ഫിക്സ്ഡ് ആയിട്ട് വരുന്നതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി ബോട്ടം ഹൈറ്റ് എന്നുണ്ട്. താഴോട്ട് എത്ര വെച്ചാൽ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ താഴോട്ട് ബോട്ടം ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൊടുക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡോറിൻ്റെ വിടുത്ത് കുറയും. ഓക്കെ, ഇതേപോലെ വരും. അപ്പോൾ അതാണ് പ്രൊജക്റ്റഡ് വിൻഡോ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡിങ്, ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ലൈഡിങ് വിൻഡോ. ക്ലിക്ക് ചെയ്യുക,
ഡെപ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ നമുക്ക് സ്ലൈഡിങ് ഉണ്ടാവും. ഓപ്പൺ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ സ്ലൈഡിങ് ഡോറ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് സംഭവം. സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ സെറ്റിങ്സ് റെയിൽസ് ആൻഡ് പാനൽസ് എടുത്തു കഴിഞ്ഞാൽ റെയിൽ വിഡ്ത്ത് ഒന്നുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം, എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. പാനൽസ്, എത്ര പാനൽസ് വേണമെന്നുള്ളത്. ഇപ്പോൾ ചാംഫേർഡ് പ്രൊഫൈൽ ഓണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിഡ്ത്തും വെർട്ടിക്കലായിട്ടുള്ളതും കൂടി കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ചാംഫേർഡ് ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ചാംഫേർഡ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചാംഫറായി കിട്ടും. അതിൻ്റെ തിക്നെസ്സാണ് ഇവിടെ വരുന്നത്, കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻറ്റീരിയർ സീനിൽ ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വിൻഡോ നമുക്കിവിടെ വരച്ച് കൊടുക്കണം. അപ്പോൾ വിഡ്ത്ത് കറക്റ്റായി ഇതിനെ തന്നെ മോഡിഫൈ ചെയ്തെടുക്കാം. വിഡ്ത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്, കാരണം നമ്മൾ വെച്ച് വരച്ചുകൊണ്ട്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത്, വിൻഡോൻ്റെ ഹൈറ്റ് 150 ആണ്. അപ്പോൾ ഞാനതിന് 150 കൊടുക്കുകയാണ് ഹൈറ്റ്. ഓക്കെ, വിഡ്ത്ത് 267 ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെ. ഇനി ഞാൻ അതിൻ്റെ പാനൽസൊന്നും എനിക്ക് വേണ്ട. ഓക്കെ, ഇത് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഓക്കെ, ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ വിഡ്ത്ത് ഏതാണ്? ഇതാണ് ഹൊറിസോണ്ടലായിട്ട് വരുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലാണ്. അത് ഞാനൊരു 7 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. വെർട്ടിക്കൽ അതും ഞാനൊരു 7 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. തിക്നെസ് നമ്മൾ ഡോറിൻ്റെ തിക്നെസ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഈ ഡോറിൻ്റെ തിക്നെസ് 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സോറി നോക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റെയിൽസ് ആൻഡ് പാനൽസ് എന്നുണ്ട്. ഞാൻ ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണ്, ഓപ്പൺ വേണ്ട. ഓക്കെ, ഇനി തീർച്ചയായും ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? നേരെ നമ്മളെ വിൻഡോൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് മൂവ് ടൂൾ എടുത്തു. സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്തിട്ട് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. ഓക്കെ കറക്റ്റാണ്, രണ്ട് സൈഡും കറക്റ്റായി വന്നിട്ട് നമ്മൾ പ്ലാനിൽ വരച്ചുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഈ കോർണറിൽ കൊണ്ടുപോയിട്ട് വിടുക. ഓക്കെ, ഡെപ്ത്ത് 10 കൊടുക്കുന്നുള്ളൂ, ഞാൻ 10 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുള്ളൂ. വേണ്ട 20 എന്നിട്ട് സോറി 20 സെൻറ്റിമീറ്ററാണ് കൊടുത്തു, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിൻഡോ നമ്മൾ വെച്ചു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ആക്കിയിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ഗ്ലാസും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള ഡോറാണ് കൊടുത്തല്ലേ, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതല്ല, വേറെ ഏതെങ്കിലും സിമ്പിളായിട്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡോറാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഡോറാണ് ഞാൻ മോഡൽ ചെയ്തെടുക്കുന്നത്. മോഡൽ ചെയ്തെടുക്കുമ്പോൾ ഇതിന് ഡിസൈൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് 4 ലൈൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ഓപ്ഷനും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ബൂളിയൻ എന്ന് പറയും, ബൂളിയൻ. ഓക്കെ, നമ്മൾ വിൻഡോയിൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സ്, അതിൻ്റെ തൊട്ട് താഴെ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ എണ്ണം ഹൈഡായിട്ട് എടുക്കുന്നുണ്ട്. മോർഫ്, കൺഫോം, ബ്ലോ മെഷ്, ഷേപ്പ് മെർജ്, ലോഫ്റ്റ്, പ്രോ ബൂളിയൻ, സ്കാറ്റർ, കണക്റ്റ്, ബൂളിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ബൂളിയനും പ്രോ ബൂളിയനും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മാക്സ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുമില്ല, ഒരു ബോക്സ് വരച്ചു. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ ഒരു സ്ഫിയർ വരക്കുകയാണ്.
ഒരു സ്ഫിയർ വരച്ചു, അതിനെ മുകളിലേക്ക് പൊക്കി വെച്ചു. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു സ്ഫിയറിനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ഒരു ഭാഗം നമ്മൾ സ്ഫിയർ വെച്ച് കട്ട് ചെയ്തെടുക്കൂലേ, ഈ ഒരു ഭാഗം ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബോക്സിനാണ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ബോക്സിനെ ക്ലിക്ക് ചെയ്തു. ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വിസിബിളാവും. നേരത്തെ വിസിബിൾ ആയിരുന്നില്ല, ഇതിപ്പോൾ വിസിബിളാണ്. ബൂളിയൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആഡ് ഒപ്പാരൻസ് എന്നുണ്ടാവും. ഓക്കെ, മോഡിഫൈ ഒന്നുമല്ല, ആഡ് ഒപ്പാരൻസ് എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതാണോ ഇന്ന് കട്ട് ചെയ്ത് കളയേണ്ടത് അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സ്ഫിയറല്ലേ നമുക്ക് കട്ട് ചെയ്ത് കളയണ്ടേ, അപ്പോൾ സ്ഫിയർ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്ഫിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് താഴെ ഒപ്പാരൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് 2017 മുതലാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വെർഷൻ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയി കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ യൂണിയൻ എന്നുള്ള ഇനി സബ്ട്രാക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, സബ്ട്രാക്റ്റ് ആ ഒരു ഭാഗത്തിൽ നിന്ന് കട്ടായിപ്പോയി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിൻ്റെ ആ ഒരു ഭാഗം മാത്രം നിന്നിട്ട് ഇതിലേക്ക് വരും. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സിനെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്ഫിയറിൻ്റെ ബാക്കി ഭാഗം നമുക്കിവിടെ കാണാനില്ല, ആ ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡായി. ഓക്കെ, അറ്റാച്ച്, മെർജ്, ഇൻസെക്റ്റ്. അപ്പോൾ ഞാനിവിടെ സബ്ട്രാക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, സബ്ട്രാക്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോറും നമ്മൾ 2 ലൈൻസ് വരച്ചിട്ട് ഇതിനെ ബൂളിയൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റേ നമുക്ക് ഇതേപോലെ ബൂളിയൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഒരേ സമയം. എനിക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് ബൂളിയൻ ചെയ്തെടുക്കണമെന്നിരിക്കാം. ബോക്സ് വരച്ചു, സ്ഫിയർ, ഇതേപോലെ കൊണ്ടുവച്ചു. ഇനി ഞാൻ വേറൊരു സംഭവം വരക്കുകയാണ്, ഒരു സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഞാൻ അതിനെ കട്ട് ചെയ്ത് വരക്കുക, കാരണം സിലിണ്ടറിൻ്റെ അതിൻ്റെ താഴത്ത് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും, ഏത് ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് അല്ലേ. നമുക്കിത് ഞാൻ ഈ കോർണറിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ട്, 3 ഒബ്ജക്റ്റാണ് എനിക്ക് ഇതിൽ നിന്ന് ബൂളിയൻ ചെയ്ത് കളയേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഒബ്ജക്ട്സ്, ബോക്സ് സെലക്ട് ചെയ്യുക, കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എടുക്കുക. അതിൽ ഇനി വരുന്ന ഓപ്ഷനാണ് പ്രോ ബൂളിയൻ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് കാണാൻ പറ്റുന്ന സ്റ്റാർട്ട് പിക്കിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒബ്ജക്ട്സിനെ പിക്ക് ചെയ്യാം. ജസ്റ്റ് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് പിക്കിംഗ് എന്നുള്ളതിൽ നമുക്കിതിനങ്ങനെ ഇതേപോലെ ബൂളിയൻ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളത് ആ സിലിണ്ടറിനെ ഇതിലേക്ക് ഇറക്കി വെച്ചതുകൊണ്ട് 2 ഭാഗം ക്ലിയറായി. 2 സ്ഫിയറുള്ളത് ഇതേപോലെ കട്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ബൂളിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മൂവ് എടുക്കുക. ഇത്രയാണ് ഈ ബൂളിയനും പ്രോ ബൂളിയനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റിൽ തന്നെ 4 ഒബ്ജക്റ്റിനെ നമുക്ക് ബൂളിയൻ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത പ്രോ ബൂളിയനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, തിരിച്ച് നമ്മുടെ സീനിലേക്ക് വന്നു. ഈ ഡോറിനെ ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മോഡൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഡോറിൻ്റെ ഈ ഫ്രെയിം വേണം അല്ലേ, ഈ ഫ്രെയിം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് വ്യൂ എടുക്കുകയാണ്. ടോപ്പ് വ്യൂവിൽ റെക്റ്റാങ്കിൾ എടുത്തു, റെക്റ്റാങ്കിൾ വരച്ചു. നമ്മുടെ ഡോറിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിൾ നമുക്ക് കൊടുക്കുക. ഡോറിൻ്റെ അളവെന്ന് പറയുന്നത് ഹൈറ്റ് 210 വിഡ്ത്ത് എന്ന് പറയുന്നത് 90 അല്ലേ, 90. ഇനി ഇതിനെന്ത് ചെയ്യണം, എനിക്ക് താഴത്ത് ഫ്രെയിം ഉണ്ടാവില്ല അല്ലേ, ഇങ്ങനെ ഒരു 3 ഷേപ്പായിട്ടുള്ള വേണം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു,
ഇതിനെ ഈ ഒരു സെഗ്മെൻറ്റ് കളയാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഈ സെഗ്മെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഈ ഫ്രെയിമിനൊരു തിക്നെസ് ഉണ്ട്, ഒരു 10 സെൻറ്റിമീറ്റർ എനിക്ക് തിക്നെസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലൈന്, ഇത് നമ്മൾ മുന്നേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്പ്ലൈൻ എടുക്കുക. സ്പ്ലൈൻ എടുത്തിട്ട് താഴോട്ട് വരിക, ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. ഔട്ട്ലൈൻ നമ്മൾ ബുക്ക് മോഡൽ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇതേപോലെ അതിൻ്റെ തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈന്. അപ്പോൾ ആ ഔട്ട്ലൈനെ ഇവിടെ അളവ് കൊടുക്കുക, എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ 10 സെൻറ്റിമീറ്ററാണ്. ഓക്കെ. 10 സെൻറ്റിമീറ്റർ ഉള്ളിൽ, പുറത്തോട്ടല്ല വേണ്ടത്, ഉള്ളിലോട്ടാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായി, ഒബ്ജക്റ്റിന് ഇതേപോലെ കിട്ടി, ആ റെക്റ്റാങ്കിളിന് ഇതേപോലെ കിട്ടി. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യണം അല്ലേ. മോഡിഫയർ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് എമൗണ്ട് എത്രയാണ്, അതും ഞാനൊരു 10 കൊടുക്കും. അപ്പോൾ എന്തായി, നമുക്ക് ഫ്രെയിം റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ആ പാനൽ കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഡിസൈൻ, നമുക്ക് ഈ ഡിസൈനിലുള്ള ഡോറ് നമുക്ക് മോഡൽ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഏതും യൂസ് ചെയ്യാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻ വരച്ചിട്ട് അതിന് ഷെല്ല് കൊടുക്കാം, അല്ലെങ്കിൽ ബോക്സ് വരച്ചിട്ട് അതിനെ ബുളിയൻ ചെയ്തെടുക്കാം. എന്ത് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ബോക്സ് യൂസ് ചെയ്ത് സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്യുക. സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തു. ഓക്കെ. നോക്കാം, ഫ്രണ്ട് വ്യൂവിലാണ് വരക്കുന്നത്. ഇതേപോലെ വരച്ചു. അതിൻ്റെ തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മോഡിഫൈ എടുത്തിട്ട്, ലെങ്ത്തും എടുത്ത് നമുക്ക് മാറ്റാൻ ഉണ്ടാവില്ല, അതിൻ്റെ ഈ തിക്നെസ് മാത്രമേ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അത് ഞാനൊരു, അപ്പോൾ ഒരു ഡോറിനൊരു 4 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. 3 മതി, 3 സെൻറ്റിമീറ്റർ കൊടുത്തു. എന്നിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വെക്കാം. ഓക്കെ. ഇതേപോലെ വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻസിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈൻസിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലൈൻ യൂസ് ചെയ്യാണ്. ലൈൻ യൂസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പുറത്തെവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം, കറക്റ്റാക്കി വെക്കാം. ഓക്കെ. ഇനി ഞാനിതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. താഴോട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക. ഏകദേശം ഒരേ അളവിലാണ്, വിടുത്ത് ഒരേപോലെ, ഹൈറ്റ് ഒരേപോലെ. അപ്പോൾ ഏകദേശം കറക്റ്റാക്കി വെക്കുകയാണ് ഞാൻ. ഓക്കെ. പിന്നെ വെർട്ടെക്സ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറക്കാം. ഓക്കെ. ഇതേപോലെ വെച്ച് ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിനൊരു സെഗ്മെൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ. ഓക്കെ. ഇതാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ എനിക്ക് ഈ ലൈനിനെ സെൻറ്ററിലേക്ക്, കാരണം ഞാൻ ഈ ഡിസൈൻ നോക്കുന്ന സമയത്ത് കണ്ടോ, ഇതും ഇതിൻ്റെ ഈ ഒരറ്റവും കൂടി ഒരേ ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കറക്റ്റ് എന്നല്ല, നമുക്ക് ഏകദേശം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ വെച്ചു. ഇനി ആ സെഗ്മെൻറ്റ് അവിടെ നിന്നോട്ടെ. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു തിക്നെസ് കൊടുക്കണം. വെറും ലൈന് മാത്രമല്ല, ഒരു തിക്നെസ് ഉണ്ട് അല്ലേ, നല്ല കുഴിഞ്ഞ പോലെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഇപ്പോൾ ചെയ്തതേ സംഭവം തന്നെ, നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. സ്പ്ലൈന് സെലക്ട് ചെയ്തു. സ്പ്ലൈന് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സെൻറ്റിമീറ്ററാണ്. ഓക്കെ. കുറച്ച് കൂട്ടി കൊടുക്കുക. ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ, 1.5. ഓക്കെ. ഇതേപോലെ 1.5 കൊടുത്തു. ഇനി എന്താ ചെയ്താൽ മതി, എനിക്കിതിൻ്റെ ഒരു കോപ്പി എടുത്താൽ മതി. കോപ്പി എടുത്തിട്ട് വെക്കുക. വെച്ചിട്ട് എങ്ങനെ വരുന്നത് നോക്കുക. ഉള്ളിലേക്ക് കുറച്ച് കയറിയിട്ടാണ് 2 ഇതും. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് എടുത്തു. വെർട്ടെക്സ് എടുത്തിട്ട് ഇത്രയും വെർട്ടെക്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് കറക്റ്റാക്കി ഏകദേശം ഈ ഒരു ലൈന്, ഈ ഒരു മെഷർമെൻറ്റും ഇത് രണ്ടും ഏകദേശം കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് ഈ 2 വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നീക്കി കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഇതും അതുപോലെ കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചു.
ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനും സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ ടൂൾ എടുത്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. അപ്പോൾ നമുക്ക് ആംഗിൾ കറക്റ്റ് 90ൽ വരണം. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യാത്തതുകൊണ്ട്, ആംഗിൾ സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്യാത്തതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ആംഗിൾ സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്തു. അപ്പോൾ ആംഗിൾ സ്നാപ്പ് ടോഗിൾ നമ്മൾ പറഞ്ഞ പോലെ 5 ഡിഗ്രിയാണ് ആംഗിൾ ഉള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ അതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ, 90ലെത്തുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒരു ലൈൻ ഇരുന്നുണ്ടോ, അതേപോലെ വെക്കാൻ പറ്റും. കോപ്പി, ഓക്കെ. ഇതിനെ ഞാൻ നേരെ മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ എന്തായി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സെഗ്മെൻ്റ് ആവശ്യം എനിക്കില്ല, ഞാനത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വന്നു. ഇനിയിപ്പോൾ ഇതിനെ ബുളിയൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രൂഡ് കൊടുത്തു, 1 സെൻറ്റിമീറ്റർ എക്സ്ട്രൂഡ് കൊടുത്തു. വേണ്ട, 2 സെൻറ്റിമീറ്റർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കാനുള്ളതാണ്. എല്ലാ ലൈനിനും അതേപോലെ എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഓൾറെഡി നമ്മൾ കൊടുത്ത എമൗണ്ട് കൊടുത്തത് കൊണ്ട് അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സ്ട്രൂഡ് കൊടുത്തു. ഇതിനെ ഞാനൊന്ന് മൂവ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഏകദേശം ഇതേപോലെ റെഡിയാക്കി വെച്ചു. ഓക്കെ, ഇപ്പോൾ പകുതി ഉള്ളിലേക്ക് കയറിയിട്ടാണുള്ളത്. ഇനി ഞാൻ ഈ ബോക്സിനെ സെലക്ട് ചെയ്യാം. ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് ജിയോമെട്രിയിൽ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് ഒന്നിൽ കൂടുതൽ നമുക്ക് ബൂളിയൻ ചെയ്തെടുക്കാനുണ്ടല്ലേ. അപ്പോൾ പ്രോ ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് പിക്കിങ്. ഓക്കെ, ഉണ്ടോ ആ ഒരു ഏരിയ ഇതിൽ നിന്ന് പോയി. ഓക്കെ, ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇതിനെ ഞാനൊന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഓക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്തു. എന്നിട്ട് ഈ കോർണറിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ കോർണറിൽ തട്ടി. അപ്പോൾ എന്തായി, നമുക്ക് ബുളിയൻ എന്താണെന്നുള്ളത് പിടിച്ചു. ഒരു ഡോറ് പിക്ക് ചെയ്ത് കൊണ്ടുപോയി വെച്ചു. ഇനി ഇതിനെ വേണം നമുക്ക് കുറച്ച് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ, തിക്നെസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെ വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലത്തെ ഡോറുകൾ, എക്സ്ട്രാ ഡോറുകൾ നമുക്ക് വേറെ ഡിസൈനോ കാര്യങ്ങളോ എന്തോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മോഡൽ ചെയ്ത് എടുക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ, ഹാൻഡിലും കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ നമ്മളെവിടെയും കാണുന്ന പോലത്തെ ഡോറുകളോ കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ലൈൻസും ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോഡൽ ചെയ്തെടുക്കണം. അതല്ല നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്ന ബേസിക്കായിട്ട് നമുക്ക് 3ds Max തരുന്ന ഇത്ര സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഡോറിലായി കഴിഞ്ഞാൽ ഈ 3 ഉള്ളൂ. വിൻഡോസിലായി കഴിഞ്ഞാൽ ഇതേപോലെ ഈ 6 വിൻഡോസ് അതിലുള്ളൂ. അപ്പോൾ അതിലൊന്നാണ് നമ്മളിവിടെ കൊടുത്തത്, സ്ലൈഡിങ് വിൻഡോ. ഇനി ഇതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്റ്റീരിയറിലൊക്കെ നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്ത് വേറെ മോഡൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളിപ്പോൾ ഡോറ് ചെയ്ത പോലെ അതേപോലെ നമ്മളെ മൈൻഡ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾസുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മോഡൽ ചെയ്തെടുക്കണം. അങ്ങനെ മോഡൽ ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് ഇതിലെ ടൂൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലൈൻസ് പഠിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല അല്ലേ, ലൈൻസ് പഠിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വരില്ല ഇതിന് വേണ്ടിയിട്ട് ഈ ലൈൻ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലൈൻ വെച്ചിട്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. വെറും ആ ഒരു അല്ലേ, നമ്മൾ പഠിച്ച സമയത്ത് എന്ത് ചെയ്യുന്നു, ലൈൻ പഠിച്ച സമയത്ത് ഇതേപോലത്തെ ഒരു ലൈനായിരുന്നു നമ്മൾ വരച്ചത്. ഈ ലൈൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഡോറൊക്കെ മോഡൽ ചെയ്തെടുത്തത്. ഒരു ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ടിലും കാര്യങ്ങളും പിന്നെ അതുപോലെ പില്ലോസൊക്കെ, ഇതൊക്കെ ഒരു ബോക്സ് അല്ലേ, നമ്മുടെ ഈ ഒരു ബോക്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ടിൽ മോഡൽ ചെയ്തെടുത്തു, പില്ലോസ് മോഡൽ ചെയ്തെടുത്തു. ഓക്കെ, ആ ലൈനെ വെച്ചിട്ട് നമ്മൾ ബുക്ക് മോഡൽ ചെയ്തെടുത്തു, വെയ്സ് മോഡൽ ചെയ്തെടുത്തു. അപ്പോൾ ഓരോ ടൂൾസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഓരോ സംഭവങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഇതെങ്ങനെയൊക്കെ മോഡൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുക. അപ്പോഴേ നമുക്ക് മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിയ എങ്ങനെ വരും, ഈ ഒരു ടൂൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ മോഡിഫയർ യൂസ് ചെയ്താൽ മതി, ഇതങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോറും കൂടെ വേണം. ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വെക്കുകയാണ്.
കോപ്പി എടുത്തിട്ട് വെച്ചു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, കോപ്പി എടുത്തു, എന്നിട്ട് നേരെ കൊണ്ടുപോയി വെക്കുകയാണ്. വെക്കുന്ന സമയത്ത് ഒന്ന് മൂവ് ചെയ്യാം, എന്നിട്ട് സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുത്തത് വിടുത്ത് ഇതിൻ്റെത് 80 സെൻറ്റിമീറ്ററാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ബാത്റൂമിൻ്റെ നമുക്ക് വേറെ ഡോറ് മോഡൽ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 80 കൊടുത്തത്, പക്ഷേ നമ്മൾ 90 വരച്ചത്. ഓക്കെ, മെയിൻ ഡോറിന് വേണ്ടിയിട്ടാണ് വരച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പാണ് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിൽ എഡിറ്റബിൾ സ്പ്ലൈനിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ വെർട്ടെക്സ് ഇതേപോലെ ഇങ്ങോട്ട്, ഇപ്പോൾ ലെഫ്റ്റ് വ്യൂവിലാണ് എനിക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രിഡ് പോയിൻറ്റ്സ് ഓഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെർട്ടെക്സിനെ സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കാം വെർട്ടെക്സിന്. ഓക്കെ, വെർട്ടെക്സിനെ ഞാൻ ഈ ലൈനിലേക്ക് ഏകദേശം കൊടുന്ന് വെച്ചിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തെടുത്തു. അപ്പോൾ ഫ്രെയിം കറക്റ്റായി. ഇനി ഇതിനെന്താക്കണം, നമ്മൾ ആ ഡിസൈൻ കൊടുത്തതിനെ കുറച്ചുകൂടി ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലോബുളിയനിൽ പിന്നെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഒബ്ജക്ട്സ് പോയി എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വെർട്ടെക്സിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫയർ ലിസ്റ്റിൽ എഡിറ്റ് പോളി എടുക്കണം. എഡിറ്റ് പോളി എടുക്കുക. എഡിറ്റ് പോളി എടുത്തിട്ട് നമ്മൾ വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഇത്രയും വെർട്ടെക്സ് എല്ലാം നമുക്ക് ഇങ്ങോട്ട് നീങ്ങണ്ടേ, ഫുള്ളായിട്ട് നീങ്ങണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള വെർട്ടെക്സ് മാത്രം. അപ്പോൾ അതിനെ മാത്രം ഇങ്ങോട്ട് മൂവ് ചെയ്തെടുക്കുക. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ നോക്കിയിട്ട് ഓക്കെ, ഇതേപോലെ മൂവ് ചെയ്തെടുത്തു. അപ്പോൾ എന്തായി, അടുത്ത ഡോറും ക്രിയേറ്റായി. ഗ്രൂപ്പിൽ ക്ലോസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും വിടുത്തോ കാര്യങ്ങളോ കൂട്ടാനോ കുറക്കണോ ഒക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് പോളി എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. വിൻഡോസ് എന്താണെന്ന് ചെക്ക് ചെയ്തു, ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡോറ് മോഡൽ ചെയ്തെടുത്തു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഫ്രെയിം, ഓക്കെ, നമ്മുടെ ചുമരിൽ ഫ്രെയിംസും വാൾ ഫ്രെയിംസ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഫ്രെയിം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ തന്നെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കോൺസോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനും ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ളൊരു പാർട്ട് കൂടിയാണ് നമ്മളടുത്ത ഇതിൽ നമ്മൾ മോഡൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിന് മെറ്റീരിയൽ കൊടുക്കണം, ലൈറ്റിങ് കൊടുക്കണം, ഒരു സീനിനെ ഫുള്ളായിട്ട് അതിൻ്റെ റണ്ടർ ചെയ്ത് ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വരെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്ലിയർ ചെയ്യാം. താങ്ക് യു.